ഹരികൃഷ്ണ സർവം കൃഷ്ണ പാദാർപ്പണ നമസ്തു ജയ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തൻ രാധേ രാധേ രാധേ. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ശ്രീമൻ നാരായണീയത്തിലെ ദശകം 1 2-ാമത്തെ ശ്ലോകം ഇന്ന് ഞാൻ ചൊല്ലി പറഞ്ഞുതരാം. ഏവം ദുർലഭ്യവസ്തുന്നപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യ തന്വാചാദിയവ ഭജതി പദജന ശുദ്രതൈവ സ്ഫുടേയം ഏതേതാവത്വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമ. അതായത് ദുർലഭ്യമായ ഒരു വസ്തു, അത് വസ്തു എന്ന് പറയുന്നത് ബ്രഹ്മമെന്ന് പറയുന്ന ആ ഒരു വസ്തു, അത് നമ്മൾക്ക് എളുപ്പത്തിൽ കിട്ടിയ ആ ഒരു നമ്മളുടെ കൈകളിൽ എളുപ്പത്തിൽ കിട്ടിയ ആ ഒരു ബ്രഹ്മമായ ഗുരുവായൂരപ്പൻ ഇരിക്കുമ്പോൾ നമ്മൾ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ നമ്മൾ മറ്റുള്ള ദേവതകളെ തേടി പോകുന്നത് ശുദ്ധ മണ്ടത്തരം എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അതായത് സ്ഥിരം നമ്മൾക്ക് ലോകത്തിൽ നമ്മൾ രക്ഷിക്കുന്ന ആ വൈകുണ്ഠനാഥനായ ബ്രഹ്മം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള മൂർത്തികളെ തേടി പോകേണ്ട എന്നാണ്. ആ ഗുരുപവന പുരാധീശം, ആ ഗുരുപവനപുരത്തിൽ ഇരിക്കുന്ന ആ ഭഗവാൻ ഉള്ളപ്പോൾ ഞാൻ ആ ഗുരുവായൂരപ്പനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ജനങ്ങളും മറ്റുള്ള മൂർത്തികളെ തേടി പോകരുത് എന്ന് നമ്മൾ ഏവാശ്രയാമ, നമ്മൾ ആ ഗുരുപവനെ നമ്മൾ ആശ്രയിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള നമ്മൾ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ള മൂർത്തികളെ തേടി പോകരുത് എന്നാണ്. നമ്മൾക്ക് കിട്ടാത്ത, അതായത് സുലഭമായി കിട്ടിയ ഒരു വസ്തുവാണ് ആ വസ്തു എന്ന് പറയുന്നത്, ആ ബ്രഹ്മം. കിട്ടാത്ത ഒരു വസ്തു നമ്മൾക്ക് എളുപ്പത്തിൽ നമ്മളുടെ കൈകളിൽ എത്തിയതാണ് ബ്രഹ്മം. ആ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് ആ ഗുരുവായൂരപ്പൻ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് മറ്റുള്ള ദൈവങ്ങളെ മൂർത്തികളെ തേടി പോകരുത് എന്നാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൻ്റെ 2-ാം ദശകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ സർവം കൃഷ്ണ പാദാർപ്പണ നമസ്തു ജയ ശ്രീ രാധരാധേ.